കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇബ്രാഹിമിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരാശ്വാസ ധനം മാത്രമാണ്. അമറിന്റെ നമ്മളെല്ലാവരും വിഷമത്തിലും വേദനയിലും ആക്കിയിട്ടുണ്ട്. എങ്കിലും അത്തരം സമ്മർദ്ദങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ 4 ലക്ഷം രൂപ SDRF CMDRF നിന്ന് 6 ലക്ഷം രൂപയും കൂടി. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലായിടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആസ്തി വികസനമന്ത്രിയിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുന്നു. MLA മാരും MP മാരും അതോടൊപ്പം ഗവൺമെൻറ്റും ഫോറസ്റ്റും എല്ലാം ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പരിപാടി.